ഹായ് ഹലോ ഗൈസ്. കാലത്താണെങ്കിൽ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് എണ്ണം വിളിച്ചിട്ട് ഇന്നാണെങ്കിൽ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ബൈക്ക് സ്റ്റാൻഡ് വന്നത്. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കണേ നമുക്ക് ബിഗിനർ അല്ല റിച്ച് മാനാകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളി അത് കേട്ട് ഞാൻ അവിടെ ചാടി കയറി ഇങ്ങ് പറഞ്ഞ് ഞാൻ വരാം, നമുക്കൊന്ന് കുളിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ കിടന്ന് നാറും നമ്മൾ നാറ്റം അടിച്ചാൽ മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞിട്ട് ചലിച്ചിടുന്നത്. നമുക്കേ ജസ്റ്റ് ഒന്ന് ഉടുപ്പൊക്കെ മാറ്റിയിട്ട് വേണം. ഉടുപ്പ് മാത്രമേ അറിഞ്ഞോളൂ ഗസ്. അങ്ങനെ ഉടുപ്പൊക്കെ അങ്ങനെയാണ്, കറുത്ത കുടിയും പാനൊന്നും നനഞ്ഞൊന്നുമില്ല, ചെറിയൊരു നമുക്ക് അത് തേപ്പ് പിടിച്ചങ്ങ് ഒരച്ചങ്ങ് എടുത്ത് നമുക്ക് വണ്ടി വേറെ വണ്ടിയൊന്നും ഇല്ല. നമ്മളെന്ന് ഫ്രാങ്കിലുള്ള ഈ ഡിഫൈൻഡറും കൊണ്ടാണ് ഗസ്. ലൈറ്റ് വേണം, ലൈറ്റ് ഓഫ് ആക്കണം ഫ്രാങ്കിലല്ലേ. അയച്ച ലൈറ്റ് നമുക്ക് ഇച്ചിരി കൈറ്റ് ഓഫ് ചെയ്ത് ഫ്രാങ്കിന് ഇപ്പോൾ ഒരു മൂഡില്ലെന്ന് തോന്നുന്നു. അപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഫ്രാങ്കിനെ ഇപ്പോഴും പടയ്ക്കുവാണ് കേട്ടോ. സോ എനിക്ക് ജസ്റ്റ് ഒരു ലാഗ് ഉണ്ട് കേട്ടോ സാർ. ഇന്നത് ഇത്രയും വണ്ടി കുറവ് തിരക്ക് എൻ്റെ വണ്ടി അത്രയും കൺട്രോൾ ഇടുന്നത് ആ സ്ലോ ഗസ്. ഞാൻ ഇങ്ങനെയൊക്കെ ബ്രേക്ക് ഇടുന്ന് നടത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. നമുക്ക് ആ റോഡിൽ പോകുന്ന ആ ഡിഫൻഡറുണ്ട്, അയാൾ ഗസ് അയാൾ ഡൈവ് അടിച്ചത്, അയാൾ സ്കില്ലറെന്ന് തോന്നുന്നു. ആ മോനെയാ എൻ്റെ വണ്ടി എടുക്കുക, കാരണം എൻ്റെ വണ്ടിയാണോ കാര്യമായി പോയി നമ്മളെ. ഞാനെടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വണ്ടി. നമ്മ ഇതിന് നമ്മൾ കുറയ്ക്കുമ്പോൾ കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേനോ ഇച്ചിരി നമ്മൾ വണ്ടി പറക്കുവാണ് എയർപ്ലെയിനിൻ്റെ വിട്ട്. നമുക്ക് ആ മിസ്റ്റർ ബീസിൻ്റെ സ്ഥലത്ത് നമുക്ക് നേരെ പോകാൻ കഴിച്ചു. അപ്പോൾ ആ ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏത് വണ്ടി? ഞങ്ങൾ പൾസറല്ലേ, സ്പ്ലെൻഡർ അല്ലേ ഇത്? ഈ സ്പ്ലെൻഡർ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ജയിച്ചിട്ട് പൈസ ഇറങ്ങാമല്ലോ. നമുക്ക് എന്നിട്ട് വന്നിട്ട് ഫെരാരി വാങ്ങാം ഗൈസ്. ഞാനാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ ജയിക്കുക, അതൊക്കെ ഭയങ്കര ടഫാണെന്ന് വെച്ചാൽ ഭയങ്കര ടഫ്. ബോംബൊക്കെ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക്. ഓ ഗൈസ്, നമ്മൾ ഇടയ്ക്ക് എറിയ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒടിഞ്ഞില്ല, ജസ്റ്റ് ഗൈസ് കുടുങ്ങിയുണ്ട്. എന്ത് ഗൈസ്? ഇത് പൈസ തോന്നുന്നു 100 രൂപ കിട്ടിയിട്ടുണ്ട് ഇപ്പം താഴെ കിടന്ന്. ഈ മിസ്റ്റർ പൈസ അനാവശ്യമായിട്ട് കളയുന്നേ. അതാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നാൽ പോരെ ഗൈസ്. നമ്മൾ നേരെ വണ്ടി ചാടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ടോട്ടലി നമ്മുടെ 2 കോടിയുണ്ട്. ഇപ്പം നമുക്കിനി 1 കോടിയും കൂടെ കിട്ടിയാൽ ഗൈസ് അങ്ങനെ നമ്മൾ ജയിച്ചു ഗൈസ്. ആദ്യം എന്തൊരു കഷ്ടപ്പാട്. നമ്മൾ ഇതായിട്ട് വന്ന് നമുക്കിനി ആ സെമിയോ, ആ പെരട്ട സെമിയോ എന്ന് പറഞ്ഞേ ഒരു ചെറുക്കനുണ്ട് സിറ്റിയിൽ. ഭയങ്കര റിച്ചൊന്നും ഇല്ല, അത്രയ്ക്ക് പോകാറ്, പക്ഷെ കുറച്ച് സീട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. അവനെ വിളിച്ചിട്ട് ഫെരാരിയും കൊണ്ട് അവൻ പറയുവാണേ, അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തു ഫെരാരി അവൻ്റെ ബർത്ത്ഡേക്ക്. അപ്പം അവൻ പറയുകയാണെ നിന്നെക്കൊണ്ട് ഈ ഫെരാരി ഒന്നും വാങ്ങാൻ പറ്റത്തില്ല പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങാൻ പറ്റത്തില്ല പറ്റാഞ്ഞാണ്. അപ്പം അവൻ പറയുവാണേ നിനക്ക് മുടയാണ്. ഞാൻ പറയും മുടയാണെങ്കിൽ മുടയായിക്കോട്ടെ, നമുക്ക് അവനെ സെമിയൊന്ന് വിളിച്ചു പറയും. ഗൈസ് ഫെരാരി എല്ലാം സെറ്റാക്കാം. അങ്ങനെ അവൻ സെറ്റാക്കാന്ന് പറഞ്ഞു അവൻ കൊണ്ടുവന്നു. ഗൈസ് ആ കിണ്ണായിട്ട് ഞാൻ പറഞ്ഞു വൈറ്റ് കളർ തന്നെ കൊണ്ടു. ഇന്ത്യ ഞാനിതുവരെ കണ്ടിട്ട് അത്രയ്ക്ക് ലുക്കില്ലെങ്കിൽ ഇവന് സീൻ. ഞാൻ ഈ ഫെരാരിക്കകത്ത് ആദ്യമായിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ സബ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്, ബൈ.